ചേർത്തല തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ചിന്റെ നിർണായക തെളിവെടുപ്പ്. പള്ളിപ്പുറത്തെ വീടിന്റെ പറമ്പിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെടുത്തു. കുളം പറ്റിച്ചുള്ള പരിശോധനയിൽ വസ്ത്രങ്ങളും, കെടാവർ നായ നടത്തിയ പരിശോധനയിൽ കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട്. ദുരൂഹതകൾ നിലനിൽക്കുന്ന പള്ളിപ്പുറത്തെ വീട്ടിൽ നിർണായക തെളിവുകൾ തേടിയാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തിയത്. ഉച്ചയ്ക്ക് 12:45 ആരംഭിച്ച പരിശോധന വൈകിട്ട് 7 മണിവരെ നീണ്ടു. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം അസ്ഥികൾ കണ്ടെടുത്ത സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ഇവിടെ നിന്ന് 20-ലധികം അസ്ഥി കഷ്ണങ്ങൾ കൂടി കണ്ടെടുത്തു. ഇവയും കത്തിച്ച നിലയിലായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സിന്റെ മോട്ടോർ ഉപയോഗിച്ച് കുളം പറ്റിച്ചുള്ള പരിശോധനകളിലേക്കും കടന്നു. കുളത്തിൽ നിന്ന് 2 വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കെടാവർ നായ നടത്തിയ പരിശോധനയിൽ കൊന്ത കണ്ടെത്തി. കൊന്തയും വസ്ത്രങ്ങളും തിരോധാന കേസിൽ ഉൾപ്പെട്ട സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നതാണോ എന്നാണ് പരിശോധിക്കുന്നത്. അതേസമയം സെബാസ്റ്റ്യന്റെ വീടിനകത്തെ ഗ്രാനൈറ്റ് പൊളിച്ച് പരിശോധിച്ചെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്തിയില്ല. അന്വേഷണം നടക്കുന്നില്ലല്ലോ, പരിശോധന നടക്കുന്നില്ല. ഒരു വശത്ത് തെളിവെടുപ്പ് നടപടികൾ നടക്കുമ്പോൾ സെബാസ്റ്റ്യനെ വീടിനകത്ത് ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിലും ചോദ്യം ചെയ്തു. കേസിന്റെ തുടക്കം മുതലുള്ള സെബാസ്റ്റ്യന്റെ നിസ്സഹകരണം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് കണ്ടെടുത്ത അസ്ഥികൾ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാനുള്ള DNA പരിശോധനയും ഉടൻ നടക്കും. ചോദ്യം ചെയ്യലിനോട് സെബാസ്റ്റ്യൻ സഹകരിക്കാതിരുന്നിട്ടും നിർണായക തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞത് അന്വേഷണ സംഘത്തിന്റെ മികവ് തന്നെ. ഇനി കണ്ടെത്തേണ്ടത് കൊല്ലപ്പെട്ടത് ബിന്ദുവോ, സിന്ധുവോ, ഐഷയോ, ജൈനമയോ എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്. റിപ്പോർട്ടർ ആലപ്പുഴ.